ഓണത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ സംഗീത സംവിധായകനാണ് സലിൽ ചൗധരി. അദ്ദേഹം ഇണം നൽകിയ പല ഗാനങ്ങളും ഇന്നും എല്ലാ ഓണക്കാലത്തും നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം ഓർക്കുന്ന ഒരു ഗാനമാണ് ഓണപ്പൂവേ ഓണപ്പൂവേ. അതിന് പുറമെ അദ്ദേഹം ചെയ്തിട്ടുള്ള പൂവിളി പൂവിളി, പൊന്നോണമായി, ഒന്നാം തുമ്പി നീയോടിവ, തുമ്പി തുമ്പി തുള്ളാൻ വായോ, കിളിയെ കിളി കിളിയെ, അങ്ങനെ തുടങ്ങിയ നിരവധി ഗാനങ്ങൾ. അതിനകത്ത് വേറെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ഇത്രയും ഓണത്തിൻ്റെ ഇത്രയും ഗാനങ്ങൾ നൽകിയ സലിൽ ചൗധരി അദ്ദേഹം അന്തരിച്ചത് ഒരു ഉത്രാടത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഒരു ഓണത്തിന് നമുക്ക് ഇത്രയും ഗാനങ്ങൾ നമുക്കൊരു സമ്മാനമായി നൽകിയിട്ട് നമ്മെ വേർപെട്ടു പോയതും ഒരു ഉത്രാട നാളിലാണ്. അങ്ങനെ വേദനാപൂർവം ഈ ഗാനങ്ങളെയും അദ്ദേഹത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകനായ അശോക് കുമാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു സന്തു റോയ് എന്നുള്ള ക്യാമറമാൻ. സന്തു റോയുടെ സിസ്റ്ററാണ് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ നായിക ദേബശ്രീ റോയ്. അവർ പിന്നീട് ബംഗാളി ചിത്രങ്ങളിലൂടെ വളരെ പ്രശസ്തയായ നായികയായി. ആ ദേബശ്രീ റോയ് 20 വയസ്സുള്ളപ്പോൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇത്രയും സീനിയറായ നസീർ സാറിൻ്റെ കൂടെ പാടി ആടി അഭിനയിച്ച ഒരു ഗാനമാണ് ഈ കുറുമുഴി മുല്ലപ്പൂവേ എന്നുള്ള ഗാനം. സലിൽ ചൗധരിയുടെ അന്നത്തെ കാലത്ത് ഒരു ജമ്പിങ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നസീർ സാറും ദേബശ്രീ റോയും വളരെ മനോഹരമായാണ് അഭിനയിച്ചിട്ടുള്ളത്. കുറുമുഴി മുല്ലപ്പൂവേ എന്നാത്മാവിലാകെ വനജോത്സ്ന പോലെ ചിരിക്കൂ നീ ചിരിക്കൂ നീ. കുറുമുഴി മുല്ലപ്പൂവേ എന്നാത്മാവിലാകെ വനജോത്സ്ന പോലെ ചിരിക്കൂ നീ ചിരിക്കൂ നീ. കുറുമുഴി മുല്ലപ്പൂവേ. ജന്മജന്മാന്തരങ്ങളിൽ വീണ്ടും നമ്മൾ ഒന്നിച്ചൊരേ യുഗ്മഗാനം പാടുമോ? നിത്യ പൗർണമി വിലാസ നൃത്തം പാടുമോ? സമാനമായ സംസ്കാരമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ബംഗാളും കേരളവും. സമാനമായ ഭൂപ്രകൃതി മാത്രമല്ല, അവരുടെ സംഗീതവും നമ്മുടെ സംഗീതവുമെല്ലാം ഏതാണ്ട് പല രീതിയിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സലിൽ ചൗധരി ബംഗാളിലെ ഒരു സാധാരണ ഒരു വള്ളക്കാരൻ്റെ ഗാനം അദ്ദേഹം ആ ഈണമെടുത്ത് മലയാളത്തിൽ ഈ ഗാനം മറക്കുമ്പോൾ ചിത്രത്തിന് വേണ്ടി അദ്ദേഹം നമുക്കും ഒരു വള്ളപ്പാട്ടുണ്ടാക്കി. കളകളം കായലോളങ്ങൾ. അത് മലയാളത്തിൻ്റെ സ്വന്തം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഈ രണ്ട് സംസ്കാരങ്ങളുടെയും ബന്ധം അത് സൂചിപ്പിക്കുന്നു. കളകളം കായലോളങ്ങൾ പാടും കഥകൾ. കളകളം കായലോളങ്ങൾ പാടും കഥകൾ. ഒരു മുത്തു പോലാം പെൺകിടാവിൻ കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ.
എന്താണെങ്കിലും ഒരു പുതിയൊരു സംഗീതധാര തന്നെയാണ് സലിൽ ചൗധരി സാറ് കൊണ്ടുവന്നത്. നമ്മളുടെ വെസ്റ്റേൺ മ്യൂസിക്കിനെ എങ്ങനെ എത്രമാത്രം ഉൾച്ചേർത്ത് യോജിപ്പോടുകൂടെ നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ ചേർത്ത് കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വലിയ പാഠപുസ്തകമാണ്. വിരഹിണി നീ വാർക്കും കണ്ണുനീർ